ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 17-ാം സങ്കീർത്തനം 15-ാം വാക്യം. ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. ഒരിടത്ത് കുഞ്ഞിക്കണ്ണൻ എന്ന ഒരു ദരിദ്ര കർഷകൻ ജീവിച്ചിരുന്നു. അയാളുടെ ചെറിയ കുടിലിൻ്റെ കൂരയെല്ലാം ഒരു കാറ്റിൽ പറന്നുപോയി. അയാൾ കാട്ടുകമ്പുകളും വൈക്കോലും കൊണ്ടുവന്ന് അത് മേയുവാൻ തുടങ്ങുമ്പോൾ ഒരു ധനികനായ മനുഷ്യൻ അതുവഴി കടന്നുപോയി. കുഞ്ഞിക്കണ്ണൻ്റെ ഈ പ്രവൃത്തി കണ്ട് ധനികൻ ചോദിച്ചു, നീ ഇങ്ങനെ മേഞ്ഞാലും മഴ പെയ്യുമ്പോൾ ഇതെല്ലാം ചോരുകയില്ലേ? എന്തുകൊണ്ട് നല്ലൊരു കൂര ഉണ്ടാക്കിക്കൂടാ? അയാൾ പറഞ്ഞു, എനിക്കതിന് പണമില്ല. ധനികൻ ചോദിച്ചു, ഒരു നല്ല കൂര ഉണ്ടാക്കുന്നതിന് എന്ത് ചിലവാകും? കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, 10,000 രൂപയെങ്കിലും ആകും. ആ ധനികൻ ഉടൻ തന്നെ 10,000 രൂപയെടുത്ത് കുഞ്ഞിക്കണ്ണന് കൊടുത്തു. അന്ന് രാത്രി കുഞ്ഞിക്കണ്ണൻ വിചാരിച്ചു, ഒരു 25,000 രൂപ ചോദിച്ചിരുന്നെങ്കിലും ലഭിക്കുമായിരുന്നു. ഞാനൊരു ഭോഷനായിപ്പോയല്ലോ. പിറ്റേ ദിവസം കുഞ്ഞിക്കണ്ണൻ ആ ധനികൻ്റെ വീട് കണ്ടുപിടിച്ച് അവിടെ എത്തി അയാളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കണക്ക് തെറ്റായിപ്പോയി. ഒരു നല്ല കൂരയുണ്ടാക്കുവാൻ 25,000 രൂപയെങ്കിലും വേണം. ധനികൻ ചോദിച്ചു, ഞാൻ തന്ന 10,000 എവിടെ? കുഞ്ഞിക്കണ്ണൻ തൻ്റെ പോക്കറ്റിൽ നിന്നും അതെടുത്ത് കാട്ടി. അത് വാങ്ങിയിട്ട് ധനികൻ പറഞ്ഞു, 25,000 തരുവാൻ എൻ്റെ പക്കൽ ഇല്ല. അതിനാൽ താങ്കൾക്ക് തിരികെ പോകാം. കുഞ്ഞിക്കണ്ണൻ വീണ്ടും പറയുവാൻ ശ്രമിച്ചെങ്കിലും ധനികൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ കുഞ്ഞിക്കണ്ണൻ നിരാശനായി മടങ്ങിപ്പോയി. ജീവിതത്തിൽ അതിമോഹം വരുത്തുന്ന വിന ചില്ലറയല്ല. ഇവിടെ പ്രതീക്ഷിച്ചത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ലഭിച്ചതും നഷ്ടമായി. ഒരുവൻ്റെ ഹൃദയത്തിലെ സ്വാർത്ഥതയുടെ വെളിപ്പെടുത്തലാണ് അതിമോഹം. ഈ ധനികനുമായുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിലും കുഞ്ഞിക്കണ്ണൻ ഒരു അതിമോഹി തന്നെയായിരുന്നു. അവൻ്റെ ഹൃദയത്തിലെ അതിമോഹം കാരണം ഒരിക്കലും ഒരു ശ്രേഷ്ഠാവസ്ഥയിലെത്താൻ അവന് ഇടയാവില്ല. അതൊരു പ്രകൃതി നിയമമാണ്. പുറത്ത് വ്യക്തമായി പ്രകടമായില്ലെങ്കിലും അങ്ങനെയുള്ള മോഹം എല്ലാ നന്മയ്ക്കും അനുഗ്രഹത്തിനും ഒരു വിഘാതമാണ്. മോഹികൾ ചിലപ്പോൾ സമ്പന്നരായാലും അവർക്ക് ഒരിക്കലും തൃപ്തി വരില്ല. അതുകൊണ്ട് തന്നെ ജീവിതവും അരക്ഷിതമായിരിക്കും. ജീവിതത്തിൻ്റെ സൗഭാഗ്യം സമ്പത്തല്ല, സംതൃപ്തിയാണ്. സംതൃപ്തരായി ജീവിക്കുന്ന ദരിദ്രരുണ്ട്, ഒരു സംതൃപ്തിയുമില്ലാത്ത ധനികരുമുണ്ട്. ഒന്നിലും തൃപ്തി വരാത്ത ഹൃദയം ജീവിതത്തെ എത്ര നികൃഷ്ടമാക്കി തീർക്കും. ഉള്ളതിൽ സംതൃപ്തിയോടെ ജീവിപ്പാൻ നമുക്ക് സാധ്യമാവണം. ദൈവത്തിലുള്ള ആശ്രയമാണ് നമുക്ക് സംതൃപ്തി തരുന്നത്. അതിന് നാം ഏവർക്കും സാധ്യമാവട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എല്ലായ്പ്പോഴും തൃപ്തിയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം, പൗലോസിനെ പോലെ തൃപ്തിയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അതിമോഹവും അത്യാഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാനും ആത്മീയ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുവാനും ഒരിക്കലും അവിടുന്ന് അനുവദിക്കരുത്. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.